ഇപ്പോൾ ഈ നടക്കുന്ന പരിഷ്കാരം തിയററ്റിക്കലി നോക്കിയാൽ ജനങ്ങൾക്ക് ഉറപ്പായിട്ടും ഡയറക്റ്റ് ബെനിഫിറ്റ് ഉണ്ടാവണം. കാരണം ഈ GST എന്ന് പറയുന്ന ഈ സിസ്റ്റം തന്നെ ഏറ്റവും എൻഡ് കസ്റ്റമറിൽ നിന്നാണ് ഈ ഇതിൻ്റെ ടാക്സ് അൾട്ടിമേറ്റ് ആയിട്ട് പിരിച്ചെടുക്കുക. ഈ അൾട്ടിമേറ്റ് കൺസ്യൂമർക്ക് ഈ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ വില കുറയുമെങ്കിൽ മാത്രമേ ഗവൺമെൻറ് ഉദ്ദേശിച്ച രീതിയിൽ ഇതിൻ്റെ ഗുണഫലങ്ങൾ താഴേക്ക് എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഇപ്പോഴും അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളത് പൂർണ്ണമായിട്ട് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് GST രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു റീറ്റെയിലർ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഫുൾ ടാക്സ് കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം അത് വിൽക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വില കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി കൊടുക്കണം, എന്നാലാണ് ജനങ്ങൾക്ക് എൻ കസ്റ്റമർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. പക്ഷെ അവരത് കൊടുക്കുമോ? ആരാണത് എൻഫോഴ്സ് ചെയ്യുക? ഇത് ജനങ്ങളും ഈ സപ്ലൈ ചെയിനിലുള്ളവരും മാനുഫാക്ചറേഴ്സും എല്ലാവരും കൂടി ഒരുമിച്ച് വിചാരിച്ചാലേ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ച ഈ പരിഷ്കാരം ജനങ്ങളിലേക്ക് എത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഒരു അൺജസ്റ്റിഫൈഡ് എൻറിച്ച്മെൻറ്റ് ഓഫ് മിഡിൽ പേഴ്സൺസ് ആയിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട്.